Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ എക്സാം വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. സോ നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും നാളെ എഴുതാൻ പോകുന്ന എക്സാം എങ്ങനെ പാസ്സാകാൻ സാധിക്കും, ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOMന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. തേർഡ് സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് നമ്മൾ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. സോ ഇത് കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ 4th സെമസ്റ്ററിൻ്റെ ക്ലാസ്സസും ഓൺലൈനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. സോ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സബ്ജക്റ്റ് ഇവിടെ തിയറിയും അതുപോലെ തന്നെ പ്രോബ്ലം രണ്ടിനും ഈക്വൽ ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പേപ്പറാണ്. സോ നമുക്കറിയാം നമ്മുടെ ഈ ഒരു പാറ്റേൺ ഇപ്പോൾ ഗ്രേഡിംഗ് സിസ്റ്റം ആണ്, വെയിറ്റേജ് ആണ് വരുന്നത്. സോ 30 വെയിറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ നാളെ എഴുതാൻ പോകുന്നത്. സോ 30 വെയിറ്റേജിൽ മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് 150 വെയിറ്റേജ് ആണ്. ഇതിൽ നമുക്ക് പാസ് ആകാൻ വേണ്ടത് 60 വെയിറ്റേജ് ആണ്. സോ നമുക്ക് 60 വെയിറ്റേജ് എങ്കിലും മിനിമം ഇപ്പോൾ പഠിക്കുന്ന കുട്ടിക്കും എങ്ങനെ നേടാം? ഈ 60 വെയിറ്റേജിൽ 128 വെയിറ്റേജിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയി നിങ്ങളുടെ റിസൾട്ട് ഓയാണ്. ഓക്കെ, ഇതിനേക്കാൾ മുമ്പുള്ള ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടിക്ക് ഗ്രേഡ് മേടിക്കാൻ ഒരു പ്രശ്നമില്ല. എല്ലാ വീഡിയോസും നല്ല രീതിയിൽ കണ്ട് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത കുട്ടിക്ക് ഗ്രേഡ് A+ ഒക്കെ മേടിക്കാൻ ഒരു പ്രോബ്ലം ഇല്ല എന്നുള്ളതാണ്. ഇനി പഠിച്ച് കഴിയാത്ത കുട്ടികൾ മിനിമം ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും, നിങ്ങൾക്ക് പാസ്സാകാൻ സാധിക്കും. എങ്ങനെ? സോ നമുക്ക് അറിയുന്നതാണ് 60 വെയിറ്റേജ് ആണ് നമുക്ക് പാസ്സാകാൻ വേണ്ടേ. സോ ഫസ്റ്റ് പാർട്ടും അതുപോലെ തന്നെ ലാസ്റ്റ് പാർട്ടും, പാർട്ട് എയും പാർട്ട് സിയും മിനിമം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പാർട്ട് ബി ഞാൻ പറയുന്ന രീതിയിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ പുഷ്പം പോലെ സാധിക്കുന്നതാണ്. എങ്ങനെ? പാർട്ട് എയിൽ 7 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 4 ചോദ്യം നമുക്ക് മിനിമം എഴുതണം. ഇതാണ് പാർട്ട് എ. സോ പാർട്ട് എയിൽ നിങ്ങൾക്ക് 2 വെയിറ്റേജ് ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ക്വസ്റ്റ്യനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് A+ ആണ് കിട്ടുക. അപ്പോൾ A+ എന്ന് പറയുമ്പോൾ അവിടെ 5 ആണ് ഒരു A+ ഗ്രേഡിൻ്റെ സ്കോർ. സോ 5 × 2 10 വെയിറ്റേജ് ആണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ 2 വെയിറ്റേജിൻ്റെ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 5 × 2 10 വെയിറ്റേജ് ആണ് അവിടെ ലഭിക്കുക. അപ്പോൾ നിങ്ങൾ 4 ചോദ്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 4 × 10 40 വെയിറ്റേജ് മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ആദ്യത്തെ പാർട്ടിൽ നിന്ന്. സോ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഹൈ മാർക്സ് ഇപ്പം നോക്കുന്നില്ല. മിനിമം നമുക്ക് ഒരു ആവറേജ് സ്കോറെങ്കിലും ലഭിക്കാൻ ഒരു ചോദ്യത്തിന് മിനിമം ഒരു B വെച്ചിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ, അങ്ങനെ വിചാരിക്കാം. എങ്കിൽ 6 × 4 ഒരു 24 വെയിറ്റേജ് എങ്കിലും നമുക്ക് പാർട്ട് എയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. എങ്ങനെ സാധിക്കണം? അതിനെ ഞാൻ റിപ്പീറ്റായിട്ട് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പാർട്ട് എയിൽ എന്തായാലും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയായിരിക്കും നാളത്തെ എക്സാമിന് മെജോറിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് ആ ചോദ്യങ്ങൾ നോക്കുക. എസ്പെഷ്യലി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങൾ കണ്ടുവരുന്നത് ഇന്നോവേറ്റീവ് സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നുണ്ട്. നമ്പർ 1 സെക്യൂരിറ്റൈസേഷൻ, നമ്പർ 2 ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ്, നമ്പർ 3 ഫാക്ടറിംഗ്, നമ്പർ 4 ലീസിങ്. അപ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ 2 വെയിറ്റേജിൻ്റെ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചാൽ 10 വെയിറ്റേജ് ആണ് അവിടെ ലഭിക്കുക. 2 വെയിറ്റേജിൻ്റെ ടോട്ടൽ വെയിറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ
5 into 2 10 വെയിറ്റേജ്. അപ്പോൾ ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ആ ഒരു ചോദ്യം ലിവറേജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നുണ്ട്, അത് നോക്കാം. മനസ്സിലാവുണ്ടോ? റിപ്പീറ്റ് ആണ്. ലോഗ് ബോക്സ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അണ്ടർ ക്യാപിറ്റലൈസേഷൻ, ഓവർ ക്യാപിറ്റലൈസേഷൻ റിപ്പീറ്റ് ചോദ്യമാണ്. മനസ്സിലാവുണ്ടോ? ടൈം വാല്യൂ ഓഫ് മണി കൺസെപ്റ്റ് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ്. ദെൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ഒരു ചോദ്യം 2 വെയിറ്റേജിന്റെ ഇടുന്നുണ്ട്. അത് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലോ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലോ, അതല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ എന്താന്നുള്ള ചോദ്യം വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലത്തെ ടോപ്പിക്കുകൾ ഓരോന്നും എന്താണെന്നുള്ളത് നിർബന്ധമായും പഠിക്കുക. ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കോസ്റ്റ് ഓഫ് ഡെറ്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇതൊക്കെ എന്താണെന്ന് നിർബന്ധമായും പഠിച്ചിരിക്കുക. അപ്പോൾ 2 വെയിറ്റേജിന്റെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കുറച്ച് ഏരിയസാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിസിഷനിൽ എന്താണ് ഡിവിഡൻഡ് ഡിസിഷൻ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡിൽ ഏതെങ്കിലും ഒരെണ്ണം, സ്ക്രിപ്റ്റ് ഡിവിഡൻഡോ അതുപോലെ തന്നെ സ്റ്റോക്ക് ഡിവിഡൻഡോ, അങ്ങനെ ഏതെങ്കിലും ഒരു ചോദ്യം റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്നുണ്ട്. ലിവറേജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് ഇൻഡിഫറൻസ് പോയിന്റ്, EBIT EPS അനാലിസിസിൽ. സോ ഇൻഡിഫറൻസ് പോയിന്റ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഏരിയയിലോട്ട് പോണ സമയത്ത് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, അതിന്റെ കൺസെപ്റ്റ്, ഓപ്പറേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്താണ് ചോദിക്കാറുള്ളതാണ്. EOQ എന്താണ് നിങ്ങൾക്ക് നോക്കാം. ഇൻവെന്ററി മാനേജ്മെന്റിലത്തെ കൺസെപ്റ്റ് നോക്കാം. ഈ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ റിലേറ്റ് ചെയ്തിട്ട് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ബേസിക് കൺസെപ്റ്റ്, ഏജൻസി തിയറി എന്താണ്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യങ്ങള് ഒക്കെ പഠിക്കാൻ അധികം സമയമൊന്നും വേണ്ട. മാക്സിമം ഒരു 10 ചോദ്യമുള്ളൂ ഞാൻ ഈ പറഞ്ഞത്. ഈ 10 ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 2 വെയിറ്റേജിൻ്റെയാ. ഏറ്റവും കുറവ് നമുക്കൊരു B ഗ്രേഡ് വെച്ചിട്ട് ഓരോ ചോദ്യത്തിനും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു മിനിമം 24 വെയിറ്റേജ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നല്ല രീതിയിൽ എഴുതുകയാണെങ്കിൽ അതനുസരിച്ച് മാർക്ക് കൂടും. നമ്മൾ മിനിമം ഈ മാർക്സ് ആണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു 10 ചോദ്യം ഞാൻ പറഞ്ഞു നോക്കുകയാണെങ്കിൽ പാർട്ട് എയില്. ഇനി പാർട്ട് സിയിലോട്ട് പോണ സമയത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞുള്ള ചാപ്റ്ററിൽ നിന്നുള്ള പ്രോബ്ലം തിയറി. ഡിവിഡൻഡ് ഡിസിഷന്റെ പ്രോബ്ലം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമെങ്കിൽ വാട്ടേഴ്സ് മോഡൽ, ഗോർഡൻ മോഡൽ, ഈ ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. വാട്ടേഴ്സ് മോഡലിന്റെ പ്രോബ്ലം ആണ് ലാസ്റ്റ് 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നേ. ഡിവിഡൻഡ് ഡിസിഷനിൽ നിന്ന് നമ്മളൊരു SI ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിന്റെ പ്രോബ്ലം ആണ് പിന്നെ കണ്ടിട്ടുള്ളത്. ഈ പറഞ്ഞ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ലിവറേജ് ഒക്കെ 3 വെയിറ്റേജിൽ പോകുന്നത് കൊണ്ട് ഈ ഏരിയാസിൽ നിന്നാണ് പ്രോബ്ലംസ് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ പ്രോബ്ലം പഠിച്ച് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ലാസ്റ്റ് മൊമെന്റിൽ അതിനൊന്ന് ബ്രഷപ്പ് ചെയ്യുക. ഇനി ഇത് കഴിയാത്ത ആൾക്കാർ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ 2 പ്രോബ്ലം 2 തിയറിയിലെ പഠിക്കണ്ടേ നമുക്ക് SC ആയിട്ട്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നുള്ള തിയറി ചോദ്യം എന്ന് പറയുന്നത് നമ്പർ 1 ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫങ്ഷൻസ്, ഫിനാൻസിന്റെ ഫങ്ഷൻസ്, എയിംസ് ഓർ ഒബ്ജക്റ്റീവ്സ്, അത് SC ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളതാണ് ഒരു SI ചോദ്യം. അതുപോലെ തന്നെ ഡിവിഡൻഡിന്റെ തിയറീസ്, ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്, ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന തിയറി ചോദ്യങ്ങളാണ്. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മറ്റൊരു തിയറി ചോദ്യം SAക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ പറ്റിയുള്ള കൺസെപ്റ്റ്, ദെൻ അതിന്റെ എക്സ്പ്ലനേഷൻ, വാരിയസ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. അത് നമ്മൾ കൂടുതൽ 3 വെയിറ്റേജിലാണ് പ്രതീക്ഷിക്കുന്നത്. ഇതും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളതാണ്. ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SAകളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്, SA ക്വസ്റ്റ്യൻസ്. അപ്പോൾ 2 പ്രോബ്ലംസ് നിങ്ങൾക്ക് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഡിവിഡൻഡ് ഡിസിഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ഒരെണ്ണം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്, ദെൻ ഈ പറയുന്ന എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ചാപ്റ്ററിലുള്ള പ്രോബ്ലംസ് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് കണ്ടുവന്നിട്ടില്ല. അപ്പോൾ കൂടുതൽ SA നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ 2 ചാപ്റ്ററിൽ നിന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞു തിയറി ചോദ്യങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞ കുട്ടികൾ അത് നന്നായി ബ്രഷപ്പ് ചെയ്ത് പഠിക്കുക. അതല്ലെങ്കിൽ തിയറിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിലത്തെ ബേസിക് തിയറി, ഡിവിഡൻഡിന്റെ തിയറീസ്, ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്, ഇതൊക്കെ നല്ല രീതിയിൽ പഠിക്കുക. വർക്കിംഗ് ക്യാപിറ്റലിന്റെ റിലേറ്റ് ചെയ്തുള്ള തിയറി ചോദ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം പഠിച്ചു കഴിയാത്ത ഒരു തിയറി നോക്കാം.
ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പ്രോബ്ലം നന്നായിട്ട് പഠിച്ചിട്ട് അത് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫുൾ മാർക്ക് അവിടെ അടിക്കാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 വെയിറ്റേജിൻ്റെ പ്രോബ്ലം നിങ്ങൾക്ക് ശരിയാക്കാൻ സാധിക്കുമെങ്കിൽ 5 × 5 25 വെയിറ്റേജ് ഒരു ചോദ്യത്തിന് കിട്ടും. 2 essay ചോദ്യം പ്രോബ്ലം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടും കറക്റ്റ് ആണെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. 50 വെയിറ്റേജ് ആണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക, 50 വെയിറ്റേജ്. സോ നമ്മൾ അത്രത്തോളം പോകുന്നില്ല. ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ പ്രോബ്ലോ തിയറിയോ ഈ രീതിയിലാണ് പഠിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും കുറവ് ഒരു മിനിമം മാർക്സ് ബി എങ്കിലും നമുക്ക് കിട്ടണം. ആ രീതിയിൽ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബി വെച്ചിട്ട് പോവുകയാണെങ്കിലും നമുക്ക് 6 വെയിറ്റേജ് ആണ് ഈ പറയുന്ന ബി എന്ന് പറയുമ്പോൾ ഗ്രേഡിന് ഉണ്ടാവുക. അപ്പോൾ 6 × 5 അപ്പോൾ തന്നെ നമുക്ക് മിനിമം ഒരു 30 വെയിറ്റേജ് ഏറ്റവും മിനിമം മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ 30 വെയിറ്റേജ് മിനിമം essayക്ക് 2 ചോദ്യം കൂടിയിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും 30 വെയിറ്റേജും അതുപോലെ തന്നെ പാർട്ട് എയിൽ ഏറ്റവും കുറവ് 24 വെയിറ്റേജ്. അപ്പോൾ 54 വെയിറ്റേജായി. ഇനി പാർട്ട് ബിയുടെ പ്രത്യേകത ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സബ്ജക്റ്റില് 2 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് വരുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതിൽ നിന്ന് 2 or 3 ചോദ്യങ്ങൾ വരുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ഡെറ്റ് കാണാം, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ദെൻ ലിവറേജിൽ നിന്ന് പ്രോബ്ലം തിയറിയും വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് 3 വെയിറ്റേജിന്റെ വരുന്നത് ഈ ചാപ്റ്ററിൽ നിന്നാണ്. പ്രോബ്ലം പഠിച്ച് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ അത് നോക്കുക, ഹൈ മാർക്സ് കിട്ടും. ദെൻ 4 പ്രോബ്ലം 3 തിയറിയാണ്. തിയറി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഒരു തിയറി ചോദ്യം ഇടുന്നുണ്ട്. അത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ കൺസെപ്റ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ബേസിക് എക്സ്പ്ലനേഷൻ, അത് ഫങ്ഷൻസ് ഫീച്ചേഴ്സ് അതൊരു ചോദ്യം. പിന്നെ ഏജൻസി തിയറിയുടെ എക്സ്പ്ലനേഷൻ, ഡിവിഡൻഡിന്റെ ഡിറ്റർമിനൻസ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിവിഡൻഡ് ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ. ഈ ചോദ്യങ്ങളൊക്കെയാണ് റിപ്പീറ്റ് ആയിട്ട് 3 വെയിറ്റേജിന്റെ തിയറി ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലിവറേജിന്റെയും പ്രതീക്ഷിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. പിന്നെ CAPM മോഡല് അതൊക്കെ തിയറി ആയിട്ട് നമ്മൾ 3 വെയിറ്റേജിന്റെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ 3 വെയിറ്റേജിന്റെ നിങ്ങൾക്ക് ഫുൾ അടിക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും പ്രോബ്ലംസ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റല്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിവറേജ്, ഇതൊക്കെ നല്ല രീതിയിൽ പഠിക്കുക. ലിവറേജ് ഒക്കെ ഈസി ആയിട്ട് പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റുന്നതാണ്. ലാസ്റ്റ് മൊമെന്റിൽ പഠിച്ച് കഴിയാത്ത കുട്ടികൾ ഞാൻ ഈ പറഞ്ഞ തിയറിയെങ്കിലും നോക്കി കഴിയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പാർട്ട് എയും പാർട്ട് സിയും പാർട്ട് ബി ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ 54 വെയിറ്റേജ് പ്ലസ് ബാലൻസ് മാർക്ക് കിട്ടാൻ ഒരു പ്രശ്നമില്ല. 60 വെയിറ്റേജ് അല്ല അതിനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്ത് നമ്മൾ പുഷ്പം പോലെ പാസ്സായിരിക്കും. സോ ഈ രീതിയിലാണ് നിങ്ങൾ ഇപ്പം പഠിച്ച് തുടങ്ങുന്ന കുട്ടികളാണെങ്കിലും പാസ്സാകണമെങ്കിൽ നിങ്ങളുടെ സ്റ്റഡിയുടെ കോൺസെൻട്രേഷൻ നിങ്ങൾ കൊടുക്കണ്ടേ. ഓക്കെ, അപ്പോൾ ഞാൻ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന essay ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2 വെയിറ്റേജ് 3 വെയിറ്റേജിൻ്റെ ഒക്കെ ഞാൻ ഇപ്പം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാകാൻ സാധിക്കും. ഇനി ഹൈ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ കൂടുതൽ പ്രോബ്ലം ഏരിയാസിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് 128നേക്കാൾ കൂടുതൽ സ്കോർ ചെയ്ത് നിങ്ങൾക്ക് O ഗ്രേഡ് ഒക്കെ കിട്ടുള്ളൂ. essay പ്രോബ്ലം വരുമ്പോൾ 2 പ്രോബ്ലം അറ്റൻഡ് ചെയ്യുക. ദെൻ 3 വെയിറ്റേജിൻ്റെ പ്രോബ്ലംസ് നല്ല രീതിയിൽ കവർ ചെയ്യുക. 2 വെയിറ്റേജിൻ്റെ മൊത്തം കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് O ഗ്രേഡ്, ഔട്ട്സ്റ്റാൻഡിങ് ഗ്രേഡ് ഈസി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള മൊത്തം വീഡിയോസ് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെയിറ്റേജ് സിസ്റ്റം ആയതുകൊണ്ട്, ഗ്രേഡിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബി വെച്ചിട്ടാണ് നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്നത്. അത് A+ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാക്കാൻ സാധിക്കും. 180 മാക്സിമം മാർക്സ് 180 വെയിറ്റേജ് ആണത്. അതിൽ 60 കിട്ടിയാൽ മതി, ഈസിയാണ്. ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെയാണ് നാളെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പഠനം എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എന്നുള്ളത്. സോ നല്ല രീതിയിൽ പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം, മോർണിംഗ് ആണ് എക്സാം. അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് എക്സാമുകളിൽ എത്താൻ ശ്രദ്ധിക്കുക. ദെൻ അതിൻ്റെ കൂടെ നിർബന്ധമായും ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്തിരിക്കണം. ദെൻ SD സ്റ്റുഡൻസിനോട് പറയാനുള്ളത് നിങ്ങളുടെ MCQ ക്വസ്റ്റ്യൻസ് ബുക്കിലുള്ള ആ ക്വസ്റ്റ്യൻസ് തന്നെ നോക്കി പോവുക. അത് തന്നെയാണ് എക്സാമിന് വരിക.
ദെൻ അതിൽ മാക്സിമം സ്കോർ ചെയ്യാതെ നിങ്ങളുടെ ടോട്ടൽ മാർക്സിനെ ഏറ്റവും റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് റെഗുലർ സ്റ്റുഡൻസിന്. പിന്നെ ഓൾറെഡി ടീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്റേണൽ മാർക്സ് എക്സ്റ്റേണൽ മാർക്കും കൂടിയിട്ടാണ് ടോട്ടൽ വെയിറ്റേജ് ഉണ്ടാവുക. അപ്പോൾ MCQ നോക്കാൻ മറന്നു പോകരുത്. ഓക്കെ, ദെൻ ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്യുക. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യുക. നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഹൈ കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾ പോവാട്ടോ. ഓക്കെ, ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച് സമയം കളയരുത്. ഉള്ള സമയം ഞാൻ ഈ പറഞ്ഞ പോലെ വിനിയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പാർട്ട് എയിലത്തെ ചോദ്യങ്ങൾ ഒരു 10 എണ്ണം പഠിക്കണമെങ്കിൽ എത്ര സമയം വേണം? 2 വെയിറ്റേജിൻ്റെ വളരെ കുറച്ച്, മാക്സിമം ഒരു 1.5 മണിക്കൂർ. എസ്സേ 2 എണ്ണം, തിയറിയെങ്കിലും നോക്കാം. ഈ പറഞ്ഞ പോലെ 1.5 മണിക്കൂർ മതി. അതാ ഞാൻ പറഞ്ഞേ, 2 പാർട്ടും പിന്നെ കുറച്ച് ചോദ്യങ്ങളും നോക്കാൻ ഈ മൊമെന്റിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും നിങ്ങളെ കൊണ്ട് സാധിക്കും. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ എൻ്റെ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് നല്ല രീതിയിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.